ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റമദാൻ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബുദ്ധിപരമായി പലരും ഒരുപക്ഷെ ചോദിക്കുന്നുണ്ടാവാം, 10, 14, 15 മണിക്കൂറോളം കടുത്ത ചൂടിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും ആളുകൾ വ്രതാനുഷ്ഠിക്കുമ്പോൾ, നോമ്പനുഷ്ഠിക്കുമ്പോൾ ജൈവശാസ്ത്രപരമായി ഒരാൾക്ക് അത് ഫിറ്റാണോ? യഥാർത്ഥത്തിൽ അന്നപാനീയങ്ങൾ ഒഴിവാക്കി ഇത്രയധികം നീണ്ട ഭക്ഷണവും പാനീയങ്ങളൊക്കെ വിട്ടു നിൽക്കുന്നത് ജൈവശാസ്ത്രപരമായി ശരിയാണോ എന്ന ഒരു ചോദ്യം പലർക്കും ഉണ്ടായേക്കാം. സിറിയൻ പണ്ഡിതനും പിന്നീട് സൗദി അറേബ്യയിൽ പ്രവാസിയായി കഴിഞ്ഞിരുന്ന ഷെയ്ഖ് അലി തൻതാവിയോട് ഇതേ ചോദ്യം അലാ മാഇദത്തുൽ ഇഫ്താർ എന്ന ഒരു പരിപാടിയിൽ ചോദിച്ചതിനെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപക്ഷെ നമുക്കൊക്കെ അറിയാമായിരിക്കാം, മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. അത് ഒരു ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ അല്ലെങ്കിൽ നാം ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളുടെ സമയമാകുമ്പോൾ അതിനു വേണ്ടി നമ്മെ പ്രചോദിപ്പിക്കുക എന്നതാണ് അതിലുണ്ടാവുക. ഇത് തന്നെയാണ് റമദാൻ്റെ ഈ ഒരു നീണ്ട അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് ഓർക്കുക. ഒരു പക്ഷേ സാധാരണ ജീവിതത്തിൽ തന്നെ നമ്മൾ രാത്രി നേരത്തെയോ അല്ലെങ്കിൽ സമയത്തോ ഭക്ഷണം കഴിച്ച ഒരാൾ അതിരാവിലെ എണീറ്റ് ജോലി തിരക്കിനടക്ക് ഓഫീസിൽ പോയി, ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് അത്യാവശ്യം ഉത്തരവാദിത്തമൊക്കെ ഉള്ള ഒരു പൊസിഷനിലാണെങ്കിൽ ആ പൊസിഷനിൽ ടീ ബോയ്, ഓഫീസ് ബോയ് ഒരുപക്ഷെ അദ്ദേഹത്തിന് മുമ്പിൽ കോഫിയോ ടീയോ ഒക്കെ കൊണ്ടുവന്ന് വെച്ചാൽ, പക്ഷേ ഉത്തരവാദിത്ത ബാഹുല്യത്തിൻ്റെ ഇടക്ക് ആ ചായയോ കോഫിയോ കുടിക്കാൻ പോലും സമയമോ അല്ലെങ്കിൽ ശ്രദ്ധയോ കിട്ടാതെ ഉച്ചവരെ ഒക്കെ തന്നെ ജോലി ചെയ്യുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം തലേന്ന് രാത്രി ഭക്ഷണം കഴിച്ച് ഉച്ചവരെ ഈ ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് 15 or 20 മണിക്കൂർ കഴിഞ്ഞു പോയി എന്നുള്ളതൊന്നും അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ ക്ലോക്കിനെയോ അല്ലെങ്കിൽ ജൈവശാസ്ത്രപരമായ ചിന്തയോ ഒരിക്കലും ബാധിക്കുന്നില്ല. മറിച്ച് നോമ്പിൻ്റെ വിഷയത്തിൽ വരുമ്പോൾ മാത്രമാണ് ആളുകൾ ഇത്രയധികം നീണ്ട സമയം അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നത് ശരിയാണോ എന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലുള്ള അതല്ലെങ്കിൽ വീട്ടിലെ ചില തിരക്ക് പിടിച്ച എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അപകടങ്ങളോ മരണങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഭക്ഷണമോ അന്നപാനീയങ്ങളോ ഇല്ലാതെ മണിക്കൂറുകളോളം നീണ്ടു പോകുമ്പോഴും നമുക്കത് സാധാരണമായി തോന്നുകയും എന്നാൽ അത് നോമ്പിൻ്റെ വിഷയത്തിലാകുമ്പോൾ വിമർശന സ്വഭാവത്തിലേക്കോ അല്ലെങ്കിൽ അസാധ്യമാണ് എന്ന് നിർവചിക്കപ്പെടുകയോ അല്ലെങ്കിൽ വിശദീകരിക്കപ്പെടുകയോ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് തികച്ചും ജൈവശാസ്ത്രപരമായി എന്നല്ല, അതൊരു ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് കൂടിയാണ്.